ഹായ് കൂട്ടുകാരെ, ദേവട്ടി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു 2 കിലോ ബീഫുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി ബീഫാണ്, നല്ല ചോരമയൊക്കെ ഉള്ള ബീഫാണ്. ഇത് നമ്മൾ തിരുവല്ല തോട്ടഭാഗത്തു നിന്നാണ് ഈ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അവിടെ നല്ല ബീഫ് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ പോയാണ് ഇന്ന് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എപ്പോഴും. അപ്പോൾ എനിക്കിത് കൂട്ടാൻ മേല, ഞാൻ ബീഫ് കൂട്ടത്തില്ല. ഒത്തിരി വർഷങ്ങളായി ഞാൻ ബീഫ് കൂട്ടാതായിട്ട്. എനിക്ക് ദേഹമൊക്കെ ചൊറിഞ്ഞ് തടിക്കും, അലർജിയാണ്. അപ്പോൾ അതിന് പകരം എനിക്ക് ചിക്കനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് എടുക്കുന്നുള്ളൂ, ബാക്കി എടുത്ത് അങ്ങ് വെക്കണം. അപ്പം ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 പ്രാവശ്യം കഴുകണം കേട്ടോ, അതിൻ്റെ ചോരമണം ഇതൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ എല്ലാം കുക്കറിനകത്ത് എടുത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് നമുക്ക് നല്ലതായിട്ട് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവോള അരിഞ്ഞത്, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്ന് പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചീനിച്ചട്ടി വെച്ച് കൊടുത്തു. എണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുത്തു. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തതെല്ലാം നമുക്ക് ഇഞ്ചി ആണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടിത്തീരട്ടെ. നമുക്കിനി അത് കഴിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. നല്ല സവോള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത്, എല്ലാം ഞാൻ കുരുകുരാന്ന് അരിഞ്ഞെടുത്ത്. അപ്പോൾ ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ പച്ചപ്പൂ ആ കുത്തലൊക്കെ ഉണ്ടല്ലോ ഇഞ്ചിക്കൊരു, അല്ലാതെ ഇട്ടാൽ നമുക്ക് കടിക്കുമ്പോൾ ഒരു പച്ച ചുവയ്ക്കും. അതുകൊണ്ട് ഇത് നല്ലതായിട്ടൊന്ന് മൂക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് കിടന്നൊന്ന് മൂക്കട്ടെ. ഇനിയിപ്പോൾ ഇത് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒന്നുകൂടെ ഒന്ന് മൂത്ത് ഇതിൻ്റെ മണമൊക്കെ ഒന്ന്, ആ കുത്തുകളും മണമെല്ലാം ഒന്ന് മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പം വേണം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഒന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഒന്ന് ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം നല്ല ഇത് ഈ അലൂമിനിയത്തിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തീ കയറും. അപ്പം നമുക്കിതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തൊണ്ടയ്ക്ക് നല്ലൊരു ഇതുണ്ട് കേട്ടോ, ഇങ്ങനെ ഒത്തിരി നേരം പറയുമ്പം, അതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നുണ്ട്. നമുക്ക് ഇനി ഈ സവോളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പച്ചപ്പതിൻ്റെ മണമൊക്കെ മാറിയപ്പോൾ ഒരു നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. സൈഡിലിരിക്കുന്ന എല്ലാം ഒന്ന് തൂത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സവോള ചേർക്കാൻ സമയമായി. സവോള എന്നിട്ട് കൊടുക്കാം. സവോള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് മൂക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ സവോള ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി. ഇത് സവോള പെട്ടെന്ന് മൂക്കും, കുറച്ച് ഉപ്പ് ചേർക്കാമെങ്കിലേ. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഒരു കയ്യിലാണ് മൊബൈൽ പിടിച്ചിരിക്കുന്ന വീഡിയോ എടുക്കുന്നത്. മോളുണ്ടെങ്കിൽ അവൾ എടുത്തു തരും. അപ്പോൾ അവൾ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കാവേ. അവളുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു തരും. ഞാൻ സ്റ്റാൻഡേലൊന്നും വെക്കാൻ നേരമില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു കൈ മൊബൈൽ പിടിച്ചുകൊണ്ടുള്ള അഭ്യാസങ്ങളാണ്. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ല ഒരു ബ്രൗൺ കളറാകട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിക്കൊന്നും പിടിക്കാതെ. എന്നിട്ട് വേണം പൊടികളൊക്കെ ഇടുന്നത്. ഇതിപ്പോൾ ഒരുമാതിരി ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടത്തുള്ളായിരുന്നു. ഇപ്പോൾ എൻ്റെ കൈ ഒരു മൊബൈൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഒന്നിച്ചിട്ടത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഇതെല്ലാം ഒന്ന് മൂത്താൽ മതി. ശരിക്ക് രുചി ഒന്നും മാറത്തൊന്നുമില്ല. അപ്പം എൻ്റെ കൈ മൊബൈലാണ്. ഞാനിനി ഇത് താത്ത് വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് പിടിച്ചിട്ട് എനിക്ക് ഇളക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് നമുക്കെല്ലാം ഇളക്കിയെടുക്കാം. ഇപ്പം നല്ലതായിട്ടെല്ലാം ഇളക്കിയെല്ലാം ആ ബീഫിൻ്റെ വെള്ളം മാത്രം ഞാനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഒന്ന് ഇനി വറ്റി വരണം നല്ലതായിട്ട് കേട്ടോ. എല്ലാം വറ്റി വരുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും.
നല്ലതായിട്ട് ഒന്ന് ഒരു കളറൊക്കെ മാറി നല്ല ഇതായിട്ട് വരണം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് ചെയ്തപ്പോൾ നല്ല വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല സൂപ്പറായിട്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ബായ്.